കേരളത്തിലെ നഗരസഭകൾ UDF ഭരിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ട്രെൻഡ് വരുന്നത്. 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകൾ UDFന്, 87 നഗരസഭകളിൽ 55 നഗരസഭകളും മുനിസിപ്പാലിറ്റികളും UDF ഭരിക്കുമെന്നാണ് സർവേ കിട്ടുന്നത്. അപ്പോൾ ശബരിനാഥിനോടുള്ള താല്പര്യമാണ് അവിടെ ജനങ്ങൾ കോൺഗ്രസ് ഭരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. ഹരിരാജന് ഭയങ്കര ഫാക്ടറാണ്. PR വർക്ക് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു മേയർ എന്ന് പറയുന്ന ഒരു പക്വതക്കുറവ് അവരുടെ ആൾക്കാരിലുണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഭരിച്ചിട്ടില്ല. അവിടെയാണ് ചരിത്രം എഴുതാൻ പോകുന്നത്. 100% ആത്മവിശ്വാസമാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സർവേ, കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് പോയ സർവേ എന്നാണ് വരുന്നത്. നാളെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പറഞ്ഞതാണെന്ന് പറയും. വെള്ളിമൂങ്ങ എന്ന സിനിമയുണ്ട്, മാമച്ചൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റാണ്. ഇലക്ഷന് മത്സരം ഇവർ 2030 ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയോട് ഇപ്പോഴേ ഇറങ്ങണം. സുരേഷ് ഗോപി വന്ന് തൃശ്ശൂർ മത്സരിച്ച് തോറ്റു. പക്ഷെ അദ്ദേഹം ആ സ്ഥാനാർത്ഥി ലോഞ്ചിങ് ആണ് അന്ന് സുരേഷ് ഗോപി ചെയ്തത്. തൃശ്ശൂർ അങ്ങോട്ട് എടുക്കുക. തുടർന്ന് സുരേഷ് ഗോപിക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം പറ്റത്തില്ല. എന്നിട്ട് ഒരു കാരണവശാലും ജയിക്കാത്തൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ടിട്ടാണ് ഞാൻ വിജയിപ്പിച്ചെടുക്കണേ എൻ്റെ വിജയം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം പറയാൻ പോലും ചില കാര്യം പറയാതെ ചെയ്യേണ്ടതാണ്. കിറ്റ് കൊണ്ടുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല കോടതിയിൽ പോയി. പക്ഷേ കോൺഗ്രസിനെ ബാധിച്ചു. ഇന്ന് പിണറായി വിജയന്റെ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയാണ്. വിവാദങ്ങൾക്ക് അവസരം കൊടുക്കാതെയാണ് പിണറായി വിജയൻ എന്ന നേതാവ് സംസാരിക്കുന്നത്. ആ 2 arm ഡിസ്റ്റൻസിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ വോട്ടർ നമ്മൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു, അകന്നു പോകാൻ ശ്രമിക്കുന്നു. അകന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാകും. സ്ഥാനാർത്ഥികളെ ഇതിലെ കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി നെട്ടോട്ടമോടുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും ഇവിടെ ഒരാൾ അതിലും ഭയങ്കര തിരക്കിലാണ്. അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ ജയിക്കാമെന്ന വിജയ ഫോർമുല പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പാവുമ്പോൾ ജനങ്ങളുടെ മനസ്സ് എങ്ങനെ അറിയാം, അതുപോലെ തന്നെ ജനങ്ങളോട് ഇടപഴകുമ്പോൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങളുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ എങ്ങനെ പ്രസംഗങ്ങൾ രൂപപ്പെടുത്താം, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ അദ്ദേഹം പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് ഒരു സർവേയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെയാണ് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ആരാണ് അഡ്വക്കേറ്റ് അവനീഷ് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം, എന്നാലാണ് പ്രേക്ഷകർക്ക് കൂടുതൽ കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഞാൻ ഹൈക്കോടതി സുപ്രീം കോടതി അഭിഭാഷകനാണ്. പ്രൊഫഷണലായിട്ട് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ജോലി. രണ്ടാമതായിട്ട് ഞാൻ ഓർഗനൈസേഷൻസിന്, അതായത് രാഷ്ട്രീയ സംഘടനകളുണ്ട്, സാമൂഹിക സാംസ്കാരിക മത സംഘടനകളുണ്ട്, ഒപ്പം തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസ്, അവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന മാസ്റ്റർ മൈൻഡ് ട്രെയിനറാണ്. അത് ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഒപ്പം തന്നെ സ്പിരിച്വൽ മെൻറ്ററാണ്, സൈക്കോ സ്പിരിച്വൽ മെൻറ്ററാണ്. ഞാൻ ബേസിക്കായിട്ട് LLB ആണ് പഠിച്ചിരിക്കുന്നത്. രണ്ടാമത് ഞാൻ MBA MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ MSc അപ്ലൈഡ് സൈക്കോളജി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധർ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. വർക്ക് പ്ലേസ് സ്പിരിച്വാലിറ്റി, തൊഴിലിട ആത്മീയത എന്ന വിഷയത്തിൽ PhD, എക്സ്റ്റേണൽ PhD, പാർട്ട് ടൈമായിട്ട് PhD ചെയ്യുന്നു. ഇതാണ് ബേസിക്കായിട്ട് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ സാറിൻ്റെ ബയോ ഒന്ന് കണ്ണോടിച്ചപ്പോൾ അതിനകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ടൊരു വേർഡ് കണ്ടത് പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേരാണ് ഇന്ത്യയിൽ ഫെമിലിയർ ആയിട്ടുള്ളത്. കാരണം അവരാരും പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല. അപ്പോൾ അവരൊരു ഇലക്ഷൻ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേരിൽ അറിയാം. അതിന് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ എന്നെ അവതരിപ്പിക്കുന്ന ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് എന്നാണ്. അത് ആ ഡൊമൈനാണ് ശരിയായ രീതി. പക്ഷെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അത് പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്ന്, ഈ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പൊളിറ്റിക്കൽ ആംഗിളിൽ പബ്ലിക് കാണുന്നത്. മറ്റൊരു കൺസ്യൂമർ സൈക്കോളജി ആണെങ്കിൽ ഇവിടെ വരുന്നത് ഒരു മാസ് സൈക്കോളജിയാണ്. ഈ ജനം എങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യൻസിനെ കാണുന്നത്. ഇന്ത്യൻ കോൺസെപ്റ്റ് ഉണ്ട്, UK കോൺസെപ്റ്റ് ഉണ്ട്, അമേരിക്കൻ കോൺസെപ്റ്റ് ഉണ്ട്. ഈ 3 കോൺസെപ്റ്റുകളാണ് ശരിക്കും പൊളിറ്റിക്സിനെ കുറിച്ച് കാണുന്നത്. ഇന്ത്യൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗാന്ധിയൻ ഫിലോസഫിയാണ്, എങ്ങനെയാണ് ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നാണെങ്കിൽ അമേരിക്കൻ സൈക്കോളജി എന്ന് പറയുന്നത് അവിടെ ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. UK സംബന്ധിച്ചോളം ജനങ്ങളുടെ വെൽനെസ്സിനെ കുറിച്ചാണ് ചെയ്തത്. ഈ മൂന്ന് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് ബേസ് ചെയ്ത് വളരെ വിഖ്യാതമായ 2 പുസ്തകങ്ങൾ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ അത് ആവശ്യമായ രീതിയിൽ പ്രകടിപ്പിക്കാനും ജനങ്ങളെ മനസ്സിലാക്കാനും ആ ജനങ്ങളുടെ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഇലക്ഷനെ എങ്ങനെയാണ് ഒരു ആൾക്ക് ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും എങ്ങനെയാണ് രാഷ്ട്രീയത്തിലൂടെ അവർക്ക് വന്നു വരാനും പറ്റുന്നത്,
ഒപ്പം തന്നെ ജനനന്മയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന ഒരു തന്ത്രങ്ങൾ, അതിൻ്റെ ഒരു സൈക്കോളജി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ശരിക്കും പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാണ്. സാർ എന്തൊക്കെ ടിപ്പായിരിക്കും എനിക്ക് പറഞ്ഞു തരിക ജയിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഒരു ഇലക്ഷന് മത്സരിക്കും. ഇപ്പോൾ 2030 ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇലക്ഷന് തന്നെ ആദ്യം തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മണ്ഡലത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയോട് ഇപ്പോഴേ ഇറങ്ങണം. കാരണം അനുഭവത്തേക്കാൾ വലിയത് ഇല്ല എന്ന് പറയാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ അവിടെ കണ്ട കാര്യങ്ങളെ ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അനലൈസ് ചെയ്ത് ആ ആൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ്, പൊളിറ്റിക്കൽ മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ് വളരെ നീണ്ട ട്രെയിനിങ്ങാണ്. ഈ ട്രെയിനിങ് ആവശ്യമുള്ള കാര്യം ചെയ്യാം. പക്ഷേ ഇത് പ്രാക്ടിക്കലി എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല. അത് ഓരോരുത്തർക്കും കസ്റ്റമറൈസ് ചെയ്ത് തന്നെ കൊടുക്കേണ്ടത്. അവിടെയാണ് മെൻറ്ററിങ് ആവശ്യമായി വരുന്നത്. ട്രെയിനിങ് ആവശ്യമായി വരും, മെൻറ്ററിങ് ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് ഒരാളെ വിട്ടിട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന, ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും മെൻറ്ററിങ് കൊടുക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുന്ന ഇവർക്കും ജനറലായിട്ട് അവയർനെസ് കൊടുക്കും. അതിനെ എങ്ങനെ നോക്കി കാണുക, ഏത് ആംഗിളിൽ നോക്കി കാണേണ്ടത്, ആ നോക്കി കാണുന്ന കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുത്താൽ മെൻറ്ററിങ്ങിൽ ഇവർക്ക് എങ്ങനെയാണോ ആ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പെനട്രേറ്റ് ചെയ്യാൻ രീതിയുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഒരാൾ ഇറങ്ങിയിട്ട് ഞാൻ ജയിക്കാമെന്ന് നിന്നാൽ ജയിക്കാൻ സാധ്യത കുറവാണ്. അവർ ആ സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ അവർ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിലാണ് ആൾക്കുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഇപ്പോഴേ ആളെ അവതരിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്ന രീതി ഇപ്പോഴേ തുടങ്ങും. പക്ഷേ ഇതാരും മനസ്സിലാക്കാറില്ല. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു ടൈം മുമ്പ് സുരേഷ് ഗോപി വന്ന് തൃശ്ശൂർ മത്സരിച്ച് തോറ്റു. പക്ഷെ അദ്ദേഹം ആ സ്ഥാനാർത്ഥി ലോഞ്ചിങ് ആണ് അന്ന് സുരേഷ് ഗോപി ചെയ്തത്. പിന്നീട് 5 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഹിറ്റായി, തൃശ്ശൂർ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, പക്ഷേ ആ പറഞ്ഞത് ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ പറഞ്ഞെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ കത്തുകയും പിന്നെ ആ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങളെ കൂടെ നിർത്തി, അതെന്ത് രാഷ്ട്രീയത്തിലാവട്ടെ, അങ്ങനെ കൂടെ നിർത്തി പിന്നീട് ഈ ഇലക്ഷന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ കുറേ ജനങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ്, സ്ഥാനാർത്ഥിയുടെ ബിഹേവിയേഴ്സ്, സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റീസ്, ഇതെല്ലാം നമ്മൾ ആ ആളെ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി വെച്ച് 9 ഇൻ്റലിജൻസ് ബേസ് ചെയ്ത് ആളുടെ ബിഹേവിയറിനെ, ക്യാരക്ടറിനെ പഠിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു സജഷൻ കൊടുത്ത് ആളെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആൾക്കാർക്കും എല്ലാ രാഷ്ട്രീയവും പറ്റത്തില്ല. ചിലർക്ക് BJP രാഷ്ട്രീയം പറ്റുള്ളൂ, ചിലർക്ക് വലതുപക്ഷ രാഷ്ട്രീയം പറ്റുള്ളൂ, ചിലർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം പറ്റുള്ളൂ. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്ന ആ പൊളിറ്റിക്സിൽ തന്നെ എന്നാൽ അവർക്ക് ക്ലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി മാറി നിന്നിട്ട് ചിലർ ഇടയ്ക്ക് സ്ഥാനാർത്ഥി ആ മോഹം കൊണ്ട് രാജിവെക്കുന്നു, അടുത്ത പാർട്ടിയിൽ പോകുന്നു, പക്ഷെ അവർ ക്ലിക്കാവാറില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ക്ലിക്കാവോ? ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഈ വലതുപക്ഷ രാഷ്ട്രീയമാണോ ഇടതുപക്ഷ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ BJP രാഷ്ട്രീയമാണോ എനിക്ക് പറ്റുന്നതെന്ന് ചിന്തിക്കണം. അങ്ങനെ പറ്റിയ രാഷ്ട്രീയ പാർട്ടി അവർ ചൂസ് ചെയ്യണം. എന്നിട്ട് വേണം ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങാനും മത്സരിക്കാനും അവിടെ നിന്ന് കയറിപ്പോരാനും. രണ്ടാമത്തെ കാര്യം, അതിനുമുമ്പ് ചിന്തിക്കുന്ന വേറെ കാര്യമുണ്ട്, എനിക്ക് രാഷ്ട്രീയം പറ്റിയതാണോ? എല്ലാവർക്കും രാഷ്ട്രീയം പറ്റത്തില്ല. തുറന്ന് സുരേഷ് ഗോപിക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം പറ്റത്തില്ല. കാരണം ആൾ നല്ല മനസ്സുള്ള ആളാണെന്ന് പറഞ്ഞു, പക്ഷെ ചില കാര്യങ്ങൾ വൈകാരികമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് തെറ്റായി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഉപരാഷ്ട്രപതി പറഞ്ഞു, പബ്ലിക്കായിട്ട് പറഞ്ഞു, സുരേഷ് ഗോപിക്ക് ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കരുത്, മീഡിയയോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് ന്യൂസ് മേക്കർ അവാർഡ് കൊടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും രാഷ്ട്രീയം പറ്റിയതല്ല. ആ രാഷ്ട്രീയം പറ്റിയതാണെങ്കിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്യണം. രണ്ടാമത്, ഈ രാഷ്ട്രീയത്തിന് പറ്റിയ ക്യാമ്പയിൻ വേണം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്യാമ്പയിനുകളുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ KC നെക്സസ് CM എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. VD സതീശൻ ജനനന്മയ്ക്ക് UDF നല്ലതിനൊപ്പം VD എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പിണറായി 3.0 എന്ന് പറയുന്ന ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ക്യാമ്പയിൻ്റെ ത്രെഡാണ്. അങ്ങനെ ത്രെഡ് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ആ ഒരു ജന മനസ്സിലേക്ക് ആ ത്രെഡ് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ത്രെഡിൽ കൂടെ പോകുമ്പോൾ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ത്രെഡിലേക്ക് കൂടെ പോകാത്ത ഒരാൾ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഈ തല്ലുകൊണ്ട് സമരം ചെയ്തുള്ള രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയി. സഹതാപത്തിൻ്റെ കാലം കടന്നുപോയി. പഴയ പഴഞ്ചൻ ഡ്രസ്സ് ഇട്ട് എനിക്ക് ആ കുറവുണ്ട് ഈ കുറവുണ്ട് എന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയം വിട്ടുപോയി. ഇന്ന് നമ്മളുടെ ക്വാളിറ്റി എന്താ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് ഞാൻ അവതരിപ്പിക്കാൻ പറ്റിയാൽ ആ ജനങ്ങളിൽ ഒരാളായി എമ്പതറ്റിക്കലി വർക്കൗട്ട് ചെയ്താൽ ഇന്ന് സ്ഥാനാർത്ഥി ജയിക്കും. അത് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി
പാർട്ടികൾക്കുള്ള മെൻറ്ററിങ്ങിൽ ഞാൻ കൊടുത്തൊരു നിർദ്ദേശം, ബാക്കി നിർദ്ദേശങ്ങളെല്ലാം പുറത്തു പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അവർ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവരോട് കറക്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി കൊണ്ട കാര്യം പറഞ്ഞു, അതുപോലെ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ വാർഡിൽ, നിയോജകമണ്ഡലത്തിൽ, പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങൾ ഒരു കോർ ടീം ഉണ്ടാകണം. ഒന്ന് പാർട്ടി തലത്തിലുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകണം, അതാണ് നയിക്കേണ്ടത്. പക്ഷേ സംഘടനാ സംവിധാനത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ നല്ല കാൻഡിഡേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ കാൻഡിഡേറ്റ് ആകാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ് ആയാൽ നമ്മൾ ആ പാർട്ടി കൊണ്ടുവന്നാൽ വിജയിക്കാൻ സാധ്യതയുള്ള ആ ഒരു 3 അല്ലെങ്കിൽ 5 പേരുടെ പാനൽ ഉണ്ടാകണം. അതിനകത്ത് ജനറൽ ഉണ്ടാകണം, വനിത ഉണ്ടാകണം, റിസർവേഷൻ കാൻഡിഡേറ്റ് ആളുകളുണ്ടാകും. ഇവരെല്ലാം കൂടെ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് ആ ഒരു 5 പേരെ അവതരിപ്പിക്കണം. 3 പേര് ജനറൽ ആണെങ്കിൽ ഒരു വനിതയും ഒരു റിസർവേഷനോ ഒക്കെ കൊണ്ടുവന്നിട്ട് ആ പാനലിൽ അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ അവസരം കൊടുക്കണം. ഈ വർക്ക് ചെയ്യാൻ അവസരം കൊടുത്തിട്ട് ആ വാർഡിൽ അല്ലെങ്കിൽ ആ നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആ ഏത് പാർട്ടിയാണ്, ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM, BJP ആണെങ്കിൽ BJP, ആ പ്രവർത്തകരുടെ വികാരം കൂടി മനസ്സിലാക്കിയിട്ടുള്ള കാൻഡിഡേറ്റ് കൊടുത്താൽ അവരേറ്റെടുത്തോളും. നമുക്ക് നല്ലൊരു സിനിമയുണ്ട്, വെള്ളിമൂങ്ങ എന്ന സിനിമയുണ്ട്. മാമച്ചൻ വളരെ ബെസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റാണ്. ആ മാമച്ചൻ എങ്ങനെയാണോ ആ സിസ്റ്റത്തെ വർക്കൗട്ട് ചെയ്തത്, ആ ആളുകളെ കൂടെ നിർത്തി, അതേപോലെ തന്നെ ആ കാൻഡിഡേറ്റ് വന്നാൽ ആ കാൻഡിഡേറ്റിന് എതിരായിട്ടുള്ള ശബ്ദമില്ലാതായി മാറണം. എതിർ ശബ്ദം പാളയത്തിൽ പട ഉണ്ടാവാതിരിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യത കൂടും. ഇങ്ങനെയാണ് ഒരു ഇലക്ഷന് നന്നായി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു, ഏറ്റവും വലിയ കാര്യം ജനങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതുവരെ എനിക്ക് ആ ജനങ്ങളെ അറിയുന്നുണ്ടാവില്ല, ആ നാടിനെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണ്? പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു റേഡിയോ ആകാതിരിക്കുക എന്നതാണ്. പല നേതാക്കന്മാരെയും ചിന്ത എന്ന് പറയുന്നത് എനിക്കെല്ലാം അറിയാമെന്നാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ കമൻറ്റ് വരാറുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJP കാരനാണ്, ഞാൻ CPM കാരനാണ്, നിങ്ങൾ ഇട്ട പോസ്റ്റ് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. പക്ഷേ നമ്മൾ വളരെ റിസർച്ച് ചെയ്തിട്ടാണ് കൃത്യമായിട്ടൊരു പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ വെള്ളയിട്ടു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പരിവേഷം അണിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് പറയുന്ന ധാർഷ്ട്യമുണ്ട്. പക്ഷെ ഇവരാരും എങ്ങും വിജയിക്കാറില്ല. ഇവരെങ്ങും വിജയിക്കാറുള്ളതിന് കാരണം ഇവരത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ജയിക്കണമെങ്കിൽ, ഞാൻ അടുത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം പറയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് അങ്ങേറ്റത് കാസർഗോഡ് നിന്ന് വളരെ നല്ലൊരു CPM-ൻ്റെ കോട്ടയിൽ പോയി ജയിച്ച ആളാണ്. പല തെരഞ്ഞെടുപ്പുകളും തോറ്റൊരു നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ചെന്നിട്ട് ജനങ്ങളെ പഠിച്ചു. ജനങ്ങൾ എന്താണ് അവരെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുക സംസാരിക്കുക. ആ ജനങ്ങൾ ആഗ്രഹിക്കുക സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സിനിമകൾക്ക് കയ്യടി കിട്ടുന്നത്. നമ്മൾ മോഹൻലാൽ, മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ സിനിമകൾക്ക് ഓരോ ചില ഡയലോഗുകൾക്ക് കയ്യടി കിട്ടുന്നത് ആ ഓഡിയൻസ്, ആ തിയേറ്ററിൽ സിനിമ കാണുന്ന ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് പറയാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് കയ്യടി കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ പഠിക്കണം. അത് ജനങ്ങളിൽ ഇറങ്ങി തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പറയാൻ പറ്റും. പക്ഷെ അവിടെ കോമൺ ഒരു കാര്യം പറയാനുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം പറയാൻ പോരുത്. ചില കാര്യം പറയാതെ ചെയ്യേണ്ടതാണ്. അത് അവരുടെ ആവശ്യമായിരിക്കാം, ആഗ്രഹമായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ആഗ്രഹവും നടപ്പിലാക്കാൻ പറ്റില്ല. അതിപ്പോൾ അടുത്ത തവണ പരാജയപ്പെടും. അപ്പം നമ്മളൊരു ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ശരിയാണെന്നും കൂടി ചിന്തിച്ചാലേ നമുക്കത് പറയാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ ചില പഴയ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു പറയുന്ന അവരെ കളിയാക്കുന്ന ട്രോളുകൾ വരുന്നത്, അത്തരം സാഹചര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി അത്തരം ഫോർസൈറ്റ് ചെയ്ത് വേണം നമുക്ക് ഈ രാഷ്ട്രീയത്തെ കാണാനായിട്ട്. അങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എന്ത് സംസാരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെയുള്ള കാര്യം അമിതമായി സംസാരിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. കേൾവിക്കാരനെ കൂടുതൽ ആളുകൾ വരും. ഇപ്പോൾ ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മൾ കേട്ടാൽ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേൾവിക്കാരനായതിനു ശേഷം അവർക്ക് പ്രോബ് ചെയ്ത് നിങ്ങൾ ഇതെല്ലാം ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെ, അതിൻ്റെ ഫീസിബിലിറ്റി എന്താ, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. അപ്പോൾ നാളെ ആഗ്രഹം ചിലപ്പോൾ അവർ ഉപേക്ഷിക്കും, ആ ആവശ്യങ്ങൾ നിലനിർത്തുകയും ചെയ്യും. അപ്പം നമുക്ക് ആ റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഒരു നമുക്ക് വേണ്ട സാധാരണക്കാർക്ക് വേണ്ട റേഷൻ കിട്ടുന്നതായിരിക്കും അവരുടെ പ്രശ്നം, റോഡിൻ്റെ ആയിരിക്കും പ്രശ്നം, വെള്ളത്തിൻ്റെ ആയിരിക്കും പ്രശ്നം. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഇന്ന് കേരളത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കൊടുക്കാൻ പറ്റി വിജയിച്ചു. ഇപ്പോൾ കിറ്റ് കൊടുന്നു, കഴിഞ്ഞ ടൈമിൽ നമുക്ക് കിറ്റ് കൊടുന്നു. കിറ്റ് കൊടുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല കോടതിയിൽ പോയി. പക്ഷെ കോൺഗ്രസിനെ ബാധിച്ചു. അതിന് പകരം ആ കിറ്റിനെ വിമർശിക്കാതെ, കിറ്റ് കൊടുക്കുന്നതിന് വോട്ട് പിടിക്കാനെന്ന് വിമർശിക്കാതെ, ആ കിറ്റിൽ കുറേയധികം കുറവുകളുണ്ടായിരുന്നു, അതിനൊരു ക്ഷമ കൊടുത്ത് ആ കിറ്റിനെ എന്നോട് പ്രതികരിക്കാൻ പോയെങ്കിൽ
ഇന്ന് പിണറായി വിജയൻ്റെ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതിന് പുള്ളിക്ക് സാധിക്കാത്തതിന് കാരണം ഇതുകൊണ്ടാണ്. അതേസമയം വയനാട് ദുരന്തമായിട്ട് നോക്കുക, അതിനകത്ത് ഇഷ്ടംപോലെ അഴിമതി കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് വി ഡി സതീശൻ അവിടെ പ്രതികരിക്കാൻ പോയില്ല. അത് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയാണ്. അപ്പോൾ വി ഡി സതീശൻ അദ്ദേഹം മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് പെറുക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വി ഡി സതീശൻ എന്ന നേതാവ് വളരെ വലിയൊരു സാത്വിക ഭാവം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല നേതാവിൽ നിന്ന് വി ഡി സതീശൻ എന്ന നേതാവിലേക്ക് പ്രതിപക്ഷ സ്ഥാനത്ത് മാറ്റം വന്നത്. എന്നാൽ നമുക്ക് മൂന്നാമത് എടുക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ തന്നെ. പിണറായി വിജയൻ എന്ന നേതാവ് വളരെ സിമ്പിളായ കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രിന് ശേഷം കുറച്ച് കാര്യങ്ങൾക്ക് കുറവെന്നെങ്കിലും അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. വിവാദങ്ങൾക്ക് അവസരം കൊടുക്കാതെയാണ് പിണറായി വിജയൻ എന്ന നേതാവ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങുന്നു. വളരെ വലിയ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് അത്. ഇത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം നേതാക്കളെ കണ്ടുപിടിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെ സംസാരിക്കുന്നത്, വി ഡി സതീശൻ എങ്ങനെയാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് സി പി എം സംഘടനാപരമായി മുന്നോട്ട് പോകുന്നത്. സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം വേറെ പാർട്ടികൾക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനായിട്ടുണ്ട്, പക്ഷേ അത് വേറെ പാർട്ടികൾക്കില്ല. ബി ജെ പി പോലെ അത്ര നല്ല സംഘടനാ സംവിധാനമല്ല, കാരണം അവിടെ ഉപദേശികളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ബി ജെ പി എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ കാണുന്നത്? എങ്ങനെയാണ് രാജഗോപാൽ എന്ന് പറയുന്ന MLA കേരളത്തിലുണ്ടായത്? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പോഴും സ്വീകാര്യത കിട്ടുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം, മറ്റുള്ളവരെ കണ്ടുപിടിക്കണം. ഈ നിയമസഭ ലോക്സഭ ഇലക്ഷൻ അത് കുറച്ചുകൂടെ ഒരു വലിയ ഒരു പ്രോസസ്സാണ്. അതേസമയം ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ നിസ്സാരം ഒരു വാർഡ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ വോട്ടർമാരുടെ മനസ്സ് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ കണ്ണ് കണ്ടാൽ അവർ നമുക്ക് വോട്ട് ചെയ്യോ ഇല്ലയോ അങ്ങനെയൊക്കെ അറിയാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? അതൊക്കെ സാധ്യമാണോ? തീർച്ചയായും. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു മീഡിയയ്ക്ക് കൊടുത്ത മറുപടി ഇങ്ങനെ, നമ്മൾ ഒരു ഇത്തരം ഭാഗമുണ്ട്, ഈ ഒരു കോൺ വയ്ക്കുക, ഈ ഇത്ര ഭാഗത്ത് ശ്രദ്ധിച്ച് അവരെ പൊസിഷൻ എങ്ങനെയാണ്, ഈ പൊസിഷൻ ഇതാണ് തോട്ട് പ്രോസസ്സാണ്. ആ രീതിയിൽ അവരെങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, താഴേക്കാണോ ഓപ്പൺ ആണോ എന്ന ഒന്നാമത്തെ കാര്യം നോക്കി നമുക്ക് അവരുടെ ഫേസിൽ നമ്മൾ ചെല്ലുമ്പോഴുള്ള സ്വീകാര്യത ഒന്നറിയാൻ പറ്റും. രണ്ടാമത് നമ്മൾ അടുത്ത് ചെല്ലും, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിൽ 2 arm ഡിസ്റ്റൻസിൽ നിൽക്കേണ്ടത്. ആ 2 arm ഡിസ്റ്റൻസിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ വോട്ടർ നമ്മൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു, അകന്നു പോകാൻ ശ്രമിക്കുമെന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിഡേറ്റിനോട് അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കും. അകന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. രണ്ട്, ഇവരുടെ പൊസിഷൻസ്, ക്രോസ് പൊസിഷൻസ് കാലിലും കയ്യിലും ഉണ്ടാവും. അപ്പോൾ ക്രോസ് പൊസിഷനിലാണോ ഓപ്പൺ പൊസിഷനാണോ നോക്കിയാൽ മതി. ഈ ഓപ്പൺ പൊസിഷൻ ആണെങ്കിൽ ക്യാൻഡിഡേറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സാധാരണക്കാർക്കും സൈക്കോളജി അറിയില്ല, അവർ മൈൻഡ് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് ചിന്തിക്കുക. അപ്പം നമുക്ക് അവരെ റീഡ് ചെയ്യാൻ പറ്റും. ആ റീഡ് ചെയ്തിട്ട് വേണം ഈ ക്യാൻഡിഡേറ്റ് നമുക്ക് ഉള്ളതാണോ. ചില നോ പറയും, പക്ഷെ നോ പറഞ്ഞാൽ പോലും ആ വോട്ട് നമുക്കുള്ളതായിരിക്കും. അത് ഈ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് രാഷ്ട്രീയക്കാരോട് പറയുന്നത്, ഞാൻ എല്ലാ ക്ലാസ്സുകളും തുറക്കാൻ ഞാൻ പറയുന്നത്, അല്ലൻ ആൻഡ് ബാർബറ പൈസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒരു പുസ്തകമുണ്ട്, മിനിമം നിങ്ങൾ അതെങ്കിലും വായിച്ചിരിക്കുമെന്ന് പറയും. അതെ, ഇപ്പോൾ ഞാൻ ഇലക്ഷൻ നിൽക്കുന്നതിന് മുന്നേ സാറിൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കുറച്ച് മെന്റർഷിപ്പ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അതിന് ഫീസ് ഉണ്ടോ? എന്തൊക്കെയാണ് പ്രോസസ്സ്? നമ്മൾ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നു, മെന്റർഷിപ്പ് കൊടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് ഞാൻ യാതൊരു ഫീസും വാങ്ങിയല്ല ചെയ്യുന്നത്. എന്നെ നേരിട്ട് വരുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷനിലേക്ക്, അത് പൊളിറ്റിക്കൽ ന്യൂട്രൽ ആയിട്ടുള്ളൊരു സംഘടനയാണ്. വോട്ടേഴ്സ് റൈറ്റ് ഫോറവും എസഞ്ചർ എന്ന് പറയുന്ന കമ്പനിയും ചേർന്നാണ് ട്രെയിനിങ്സ് എല്ലാം കോർഡിനേറ്റ് എല്ലാം സൂമിലാണ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഫീസ് ആരുടെ നിന്നും ഈ 2019 മുതൽ ഈ 2025 വരെ ഒരു രൂപ പോലും ഫീസ് നമ്മൾ വാങ്ങിയിട്ടില്ല. ഞാൻ സൂമിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ആ സൂം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് നടത്തുന്നതിന് വേറെ ചിലവുകളില്ല. അപ്പോൾ സൂമിലാണ് നമ്മൾ നേരിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ക്ലാസ്, ഈവനിങ്ങാണ് ക്ലാസ് കൊടുക്കുന്നത്. മെൻറ്ററിക്ക് ആവശ്യമുള്ള ഒരു ഡയറക്ടർ ഇവിടെ വരുന്നു. ഞാൻ അവർക്ക് അവരുടെ കൺസൾട്ടേഷൻസ് ഒരു 15 minutes ഒക്കെ അവർക്ക് ഫ്രീ ആയിട്ട് സജഷന് കൊടുക്കുകയും ചെയ്യണം. ഒരു രൂപ പോലും നമുക്ക് ഫീസ് വാങ്ങുന്നില്ല. 2030 ആകുമ്പോൾ കേരളത്തിലെ മൊത്തം 24,000 വരുന്ന ജനപ്രതിനിധികളിൽ ഒരു 15,000 പേരെങ്കിലും എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താകണം എന്ന് പറയുന്ന ആവശ്യമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അതിന് ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല ജനപ്രതിനിധികൾ ഉണ്ടാകട്ടെ, കൃത്യമായിട്ട് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു പൊളിറ്റിക്കൽ സങ്കുചിത ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ഒരു വിശാല മനസ്സുള്ള രാഷ്ട്രീയക്കാരുണ്ടാകട്ടെ, അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, കൊലപാതകങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം. അതൊരു മുൻ രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ ഇന്ന് കക്ഷി രാഷ്ട്രീയമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു വക്കീലെന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ജനനന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത സമയം തൊട്ട് നമുക്ക് റീലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ രസകരമായ കുറേ റീൽസ് വരാറുണ്ട്. അതായത് സ്ഥാനാർത്ഥി ആയതോടുകൂടി വെള്ളയും വലിച്ചു കയറ്റി വെളുക്ക ചിരിച്ച് കവലകളിൽ പോയി ഇടയ്ക്കിരിക്കുക, കവലകളിലെ ചായക്കടകളിൽ നിന്ന് ചായ കുടിക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു ടെക്നിക്കാണോ ജയിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താൻ? അത് ടെക്നിക്കാണോ എന്ന് വെച്ചാൽ ടെക്നിക്കാണ്. പക്ഷേ കൂണ് പോലെ മുളച്ചു വന്നതുകൊണ്ട് ജനം വോട്ട് ചെയ്യില്ല. അത് കാലം മാറി. കാരണം ഇന്ന്
ജനം മീഡിയ എപ്പോഴും കയ്യിലെടുക്കുന്ന ആളുകളാണ്. പണ്ട് പത്രം വായിച്ച് കിട്ടുന്ന അറിവാണെങ്കിൽ ഇന്ന് എല്ലാവരും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവർ ലൈവാണ്. അപ്പോൾ റിയാലിറ്റി ചർച്ചകൾ അവർക്ക് നടക്കുന്നുണ്ട്. അപ്പം പണ്ട് നമുക്ക് രസമുണ്ട്, നമുക്ക് കല്യാണങ്ങൾ വിളിച്ച് എല്ലാവരും വരും. കാരണം ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഈ ചിക്കനൊക്കെ ഇത് ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ കാർന്നുമാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കല്യാണം വിളിച്ച ആൾക്കാർ വരുന്നത് ഭക്ഷണം കഴിക്കാനല്ല വരുന്നത്, അവരാ പങ്കാളിയാവാൻ വരുന്നതാണ്. പണ്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന ആൾക്കാർ ഇന്ന് അവിടെ നിന്ന് സംസാരിക്കുന്നു, ആളോട് ഇടപെടുന്നു, മറ്റുള്ളവർ ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ സോഷ്യൽ ഗ്യാതറിങ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ ആൾക്കാർ വരിക കാരണവശാലും ആ ഒരു ക്വാളിറ്റിയുള്ള ചിന്തയിൽ നിൽക്കുന്നത്. അതുപോലെ ഇന്നത്തെ വോട്ടർമാർ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ചിന്തയുള്ള ആൾക്കാരാണ്. അവർക്ക് കാൻഡിഡേറ്റ് വരുന്നതിന് മുമ്പ് ആരാണ് കാൻഡിഡേറ്റ് ആവാൻ പോണേ, ആ കാൻഡിഡേറ്റിനുള്ള സ്വീകാര്യത എന്താണെന്ന് പറഞ്ഞു. പണ്ട് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയാൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു, ഇന്നതില്ല. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പരാജയം കൂടി. മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നു, വിജയിക്കുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമായി മാറുന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജനങ്ങളിലോട് മുമ്പേ ഇറങ്ങിയാൽ, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ, അവരുടെ ഒരാളായി മാറിയാൽ മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ. ആൾക്കാർ പുറത്ത് പറയുന്നില്ല. അവർ നമ്മളെക്കാളും രാഷ്ട്രീയക്കാരും ബുദ്ധിമാന്മാർ, അവർ ഉള്ളിൽ സൂക്ഷിക്കും. വോട്ടിൽ മാത്രമേ അവരുടെ ചിന്ത എന്താണെന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ ഈ പറഞ്ഞ സൈക്കോളജിയിലൂടെ അത് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ പ്രസംഗം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ട്. പ്രസംഗം ജനങ്ങളിലേക്ക് തറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കോ ടിപ്പോ ഉണ്ടോ? പ്രസംഗം ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട സംഗതി അല്ല എന്നതാണ്. കേരളത്തിൽ നന്നായി പ്രസംഗിക്കാൻ അറിയാത്ത നേതാക്കന്മാരുണ്ട്. ചിലപ്പോൾ പേര് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, എ.കെ. ആന്റണി നല്ല പ്രസംഗകനല്ല. പക്ഷേ എ.കെ. ആന്റണി വളരെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യൻ മാത്രമാണ്. പക്ഷേ ആ വാക്കുകൾ നന്നായി എഫക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഘോരം പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് വളരെ കുറഞ്ഞ മിനിറ്റ്, ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും മെസ്സേജ് അത് എനിക്കും കേൾക്കുന്ന ആൾക്കും സമൂഹത്തിനും കൊണ്ടാകുന്ന മെസ്സേജ് കൊടുത്താൽ അത് ക്ലിക്കാവും. ഇപ്പോൾ നിങ്ങളൊക്കെ മീഡിയ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, ഈ 3 കണ്ടന്റ് വന്നാൽ ഉറപ്പായിട്ടും വൈറലാവാണ്. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും വേണ്ട, എത്ര നല്ല കാര്യം പറഞ്ഞാൽ പോലും വേണ്ട. ഇപ്പം നമ്മളൊക്കെ ഒരു ചില കാര്യങ്ങൾ ആൾക്കാർ പെട്ടുപോകാതിരിക്കാൻ പോലെ സീക്രട്സ് ഫേസ്ബുക്കിലും യൂട്യൂബിലും പറയാറുണ്ട്, ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ അതിലൊന്നും ലൈക്ക് കിട്ടാറില്ല. പക്ഷെ അതിനേക്കാളും ബെറ്ററായിട്ട് ഈ ആവശ്യമുണ്ട് എന്ന് ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ റീച്ച് കിട്ടാറില്ല. അതുകൊണ്ട് പ്രസംഗം വലിയ ഫാക്ടറല്ല. പക്ഷേ നമ്മളൊരു സംഘാടകനാകുകയും ആളുകളോടൊപ്പം അവരെ എംപതറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് കൂടുതൽ അവർക്ക് ഗുണകരമാകുന്നത്. ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്നത് പ്രശാന്ത് കിഷോർ പോലെയുള്ള ആളുകളാണ്. ഇപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളാണ് അവനീഷ് എന്ന് പറയാൻ പറ്റുമോ? അത് ജനമാണ് തീരുമാനിക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശാന്ത് കിഷോർ ഫെയിലറായി. പ്രശാന്ത് കിഷോർ കൊടുത്ത ഉപദേശങ്ങൾ BJP നന്നായി ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടു. പക്ഷെ പ്രശാന്ത് കിഷോറിന് അത് സ്വന്തം കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം അങ്ങനെ പോയി. സുനിൽ കനകോലിനെ കുറിച്ച് 2 ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനം തീരുമാനിക്കുന്നത്. ഞാനൊരു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്, ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ആണെന്ന് ജനം തീരുമാനിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2300ഓളം പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവർ എത്ര പേരിനത് ജയിച്ചു എന്നാണ് എൻ്റെ വിജയം. ആ വിജയമാണ് നാളെ എനിക്ക് അവരെ നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷന്മാരാക്കി മാറ്റാൻ പറ്റുന്ന കർമ്മം ചെയ്യുമ്പോൾ അവരെ കൂടെ കുറേ ആൾ കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുത്ത ആൾക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചാലാണ് ഞാൻ സക്സസ്ഫുൾ ആവുന്നു. ഇപ്പോൾ ഒരു MLA കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നതിന് എനിക്ക് പ്രധാന പങ്ക് വഹിക്കാനില്ല. പക്ഷേ ഒരു MLA കാൻഡിഡേറ്റിനെ കൊണ്ടുപോകുന്നത് ആ MLA കാൻഡിഡേറ്റ് ഒരു കാരണവശാലും ജയിക്കാത്തൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ടിട്ടാണ് ഞാൻ വിജയിപ്പിച്ചെടുക്കണേ എൻ്റെ വിജയം. ഇപ്പോൾ ഒരു കോൺഗ്രസ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA വിജയിപ്പിക്കുന്ന എൻ്റെ കഴിവല്ല. ഒരു BJP മണ്ഡലത്തിൽ BJP കാൻഡിഡേറ്റ് കൊണ്ട് വിജയിപ്പിക്കുന്ന എൻ്റെ വിജയമല്ല. ഒരു CPM മണ്ഡലത്തിൽ കൊണ്ടുപോയി CPM കാൻഡിഡേറ്റ് കൊണ്ടുപോയി വിജയിപ്പിക്കുന്നത് എൻ്റെ വിജയമല്ല. ഒരു കോൺഗ്രസ് ട്രെൻഡുള്ള സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന എൻ്റെ വിജയമല്ല. ഒരു BJP ട്രെൻഡുള്ളപ്പോൾ ആ ഒരു BJP കാൻഡിഡേറ്റ് വിജയിപ്പിക്കുന്ന എൻ്റെ. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തി വിജയിപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് അതിന് കൈയിടിയിട്ടുള്ളൂ, അതിന് ജനമനസ്സിൽ കയറുള്ളൂ, അപ്പോഴാണ് ഞാൻ വിജയിക്കുള്ളൂ. ഇപ്പം ഞാൻ കോടതി തന്നെ പറയുന്ന കാര്യം, എൻ്റെ ജൂനിയേഴ്സിന് പറയുന്ന കാര്യം വെച്ചാൽ, നമുക്ക് റിസ്ക് ഉള്ള കേസിൽ വിജയിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാത്ത റൊട്ടീൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പോയാലും പോയില്ലെങ്കിലും ജൂനിയർ പോയാലും കേസ് ചെയ്യും. പക്ഷേ റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ നടത്തണം. അവിടെയാണ് ഞാൻ വിജയിച്ചോ ഇല്ലയെന്ന് ജനം തീരുമാനിക്കുന്നത്. ജനമാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഞാൻ വിജയിച്ചോ ഇല്ലയോ. പക്ഷേ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കുമാണ്. അതിനകത്ത് കൂടുതലും കോൺഗ്രസ്സുകാർ അതിനകത്ത് താല്പര്യം പ്രകടിച്ച് ഇപ്പോൾ വരുന്നുണ്ട്. മുമ്പ് മറ്റു പാർട്ടിക്കാരാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇവരും വരുന്നുണ്ട്. കാരണം കുറേ ക്ലാസ്സുകൾ മറ്റു പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവരൊക്കെ ട്രെയിനിങ്ങിൻ്റെ അനിവാര്യത CPM നല്ല ബോധ്യമുണ്ട്.
അതുകൊണ്ട് അവർ കൂടുതൽ അതിനകത്ത് ഇടതുപക്ഷ പാർട്ടിക്കാർ കൂടുതൽ താല്പര്യം കാണിക്കും. കാരണം അവർ പുറത്ത് ഒരു എന്താ പറയുക കുറച്ചും കൂടി റഫായിട്ടുള്ള പ്രകൃതമാണെങ്കിലും ഉള്ളിൽ അവർ ട്രെയിനിങ് സ്വീകരിക്കാൻ അവർക്ക് ആ ഒരു വിജയം നേടുന്ന ഭയങ്കര കരിസ്മ അവരിലുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പല സർവേകളും ഞാൻ ഒഫീഷ്യലി അൺഒഫീഷ്യലി നടത്തിയിട്ടുണ്ട്. ആ ഒഫീഷ്യലി നടത്തിയ സർവേകളോട് ചില നേതാക്കന്മാർക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷേ നമുക്കത് അതിൻ്റെ ദോഷവും ഗുണമുണ്ട്. പക്ഷേ ആ ട്രെൻഡുകൾ നന്നായി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് പാർട്ടിക്കും താല്പര്യമുണ്ട്. സർവേ നടത്തി എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഫൈൻഡിങ്സ്, എന്താണ് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ? സർവേയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് സർവേയിൽ അൺഒഫീഷ്യലായിട്ട് പല സർവേകളും നടത്തുന്നുണ്ട്. അങ്കമാലിയിലെ റോജി എം ജോൺ ആദ്യമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടുമെന്ന് പ്രവേശിൽ ലെസ് ദാൻ +or-100 ഡിഫറൻസ് ഉണ്ടായുള്ളൂ. ഫേസ്ബുക്കിൽ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് കിടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പലതും ഫേസ്ബുക്കിൽ തന്നെ കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ്. 2019 ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയത്. 2012 രാഷ്ട്രീയത്തിൽ വിട്ടുപോയ ഞാൻ തിരിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്ന 2019 ശശി തരൂർ അന്ന് എന്നെ വാട്സപ്പ് കോർഡിനേഷൻ ഏൽപ്പിച്ചാണ് ഞാൻ പിന്നെ ഈ ക്യാമ്പയിൻ പഠിക്കുന്നത്. ആ ക്യാമ്പയിൻ പഠിക്കുമ്പോഴാണ് എനിക്ക് ചെറുതെങ്കിലും ഉപദേശം ചോദിച്ചു തുടങ്ങി അങ്ങനെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ സർവേകൾ വരുന്നത് വെച്ചാൽ ഓരോ ഘട്ടങ്ങളിൽ എന്താണ് സിറ്റുവേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് സർവേ ആ ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഒഫീഷ്യലി സർവേ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സർവേ നടക്കണം ശരിക്കും. അപ്പോൾ ആ സർവേയിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേയിൽ വന്നു വെച്ചാൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ 31 സ്ഥാനാർത്ഥികൾ 25 സ്ഥാനാർത്ഥികളും ഞാൻ സർവേയിൽ പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരാഴ്ച മുമ്പേ തന്നെ ഞാനിത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി കൊടുക്കുകയും അത് വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ ഭാരവാഹിയായ സെബാസ്റ്റ്യൻ എന്നേക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് 3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അല്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ അത് ഇട്ടുകൊണ്ട് എനിക്ക് അനുകൂലം. ഇപ്പോൾ തർക്കം വരുമ്പോൾ ഞാൻ മുമ്പേ കൊടുത്താണെന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് ആരൊക്കെ ചെയർമാൻ സ്ഥാനാർത്ഥികൾക്ക് ആൾക്കാരുടെ മനസ്സിലുള്ളത്, എന്താണ് അങ്കമാലി പ്രതീക്ഷിക്കുന്നതൊക്കെ കൊടുത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ട്രെൻഡ് എങ്ങോട്ടാണ്, കേരളത്തിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന സർവേയാണ് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയത്. ആ സർവേ മെത്തേഡ് നമ്മൾ ഓൺലൈൻ സർവേ മെത്തേഡ് ഉപയോഗിച്ചത്. ഓൺലൈൻ സർവേ മെത്തേഡ് പ്ലസ് നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുന്ന ട്രെയിനിങ്ങിന് വന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുത്തെ ട്രെൻഡ് എന്താണ് അതും കൂടി പഠിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ നഗരസഭകൾ UDF ഭരിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ട്രെൻഡ് വരുന്നത്. 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകൾ UDFന് മേൽക്കോയ്മ കിട്ടും. 87 നഗരസഭകളിൽ 55 നഗരസഭകളും മുനിസിപ്പാലിറ്റികളും UDF ഭരിക്കുമെന്നാണ് സർവേ കിട്ടുന്നത്. കേരളത്തിലെ നഗരസഭകളുടെ സർവേ റിപ്പോർട്ട് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തപ്പോൾ നേതാക്കന്മാർ ചില ആൾക്കാർക്ക് സംശയം വന്നത് 10 സീറ്റ് ജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാണ് 10ൽ നിന്ന് 51ലേക്ക് എത്തുന്നത്? ആ 51 100 സീറ്റുള്ളവർക്ക് 51 കിട്ടിയാൽ അവിടെ കോർപ്പറേഷൻ മേയർ ഉണ്ടാവുള്ളൂ. പക്ഷെ ജനം ആഗ്രഹിക്കുന്നത് അവിടെ ശബരിനാഥിനെ വലിയ താരപരിവേഷത്തോടെയാണ്. അപ്പോൾ ശബരിനാഥിനോടുള്ള താല്പര്യമാണ് അവിടെ ജനങ്ങൾ കോൺഗ്രസ് ഭരിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ വന്നത്. കോൺഗ്രസിൻ്റെ മികവോ സ്ഥാനാർത്ഥികളുടെ മികവിനേക്കാൾ അപ്പുറം അവിടെ ശബരിനാഥൻ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി വരണമെന്ന് ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊച്ചിൻ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സും ശബരിനാഥ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നേതാവ് അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് പറയുന്ന തിരുവനന്തപുരംകാരുടെ ഒരു പുരോഗമന ചിന്താഗതിയുമാണ് അവിടെ ശബരിനാഥിന് മേൽക്കോയ്മ ഉണ്ട്. ആര്യരാജേന്ദ്രൻ എന്തെങ്കിലും ഒരു ഫാക്ടറായി വന്നിട്ടുണ്ട്? ആര്യരാജേന്ദ്രൻ ഭയങ്കര ഫാക്ടറാണ്. PR വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു മേയർ എന്ന് പറയുന്ന ഒരു പക്വതക്കുറവ് അവരുടെ ആളുകളിലുണ്ടായിട്ടുണ്ട്. അവിടെ BJP ഡോമിനൻ്റ് നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. CPM-നും മോണോപ്പൊളിയുള്ള കോർപ്പറേഷനാണ്. അവിടെ നിന്നാണ് ഈ 2 പണ്ട് പിണറായി ഊരിപ്പിളിച്ച വാർഡുകളുടെ നടുവിലൂടെ നടന്നു എന്ന് പറയുന്നത് ഈ ശബരിനാഥ് നടന്നു പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, അവിടെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ 3 ടേം ഈ സർവേ റിപ്പോർട്ട് അനുസരിച്ച് വന്ന നഗരസഭകൾ ജയിക്കുമെന്ന് പറയുമ്പോൾ ഒരു നഗരസഭകളും അല്ലെങ്കിൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും മുമ്പ് കഴിഞ്ഞ 3 ടൈമിൽ ഒരു തവണയെങ്കിലും UDF ഭരിച്ചിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഈ കഴിഞ്ഞ 2010, 15, 20 ഇവിടെ ഡിക്ലൈനാണ് ഉണ്ടായിരുന്നെ, ഭരിച്ചിട്ടില്ല. അവിടെയാണ് ചരിത്രം എഴുതാൻ പോകുന്നത്. അത് അത്ഭുതം സൃഷ്ടിക്കാൻ പോകും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു, ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിച്ച സീറ്റുകളുടെ എണ്ണം നോക്കിക്കോളൂ. വൈറ്റ്സ്മാൻ TV അന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ കൃത്യമായി പറഞ്ഞത് സംഭവിച്ചിട്ടുള്ളൂ. കൃത്യമായിട്ട് കേരളത്തിൻ്റെ ചായ്വ് UDF-നോടായിരുന്നു. ആ ചായ്വ് ഈ നഗരസഭ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ കൃത്യമായിട്ട് ഫലിക്കാൻ പോവുകയാണ്. 100% ആത്മവിശ്വാസമാണോ? പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സർവേ. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് പോയ സർവേ എന്നാണ് വരുന്നത്. ഒരിക്കലും ഒരാളുടെ താല്പര്യം പറഞ്ഞാൽ എൻ്റെ ക്രെഡിബിലിറ്റി ബാധിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമായ സർവേ റിപ്പോർട്ടാണ്. ആ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നതിന് കാരണം
നാളെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പറഞ്ഞതാണെന്ന് പറയും. ഈ സർവേ റിപ്പോർട്ട് കൃത്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് ഇലക്ഷൻ കഴിയുമ്പോഴും അതുപോലെ തന്നെ കാണാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൈറ്റ്സ്മാൻ ടി വിയിൽ അവതരിപ്പിക്കും. നിങ്ങൾ ഫൈനൽ ന്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫൈനൽ ന്യൂസ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ റിസൾട്ട് കഴിയുമ്പോൾ ഇത് കൊടുക്കുന്നതാണോ എന്ന്. ഓക്കെ, അങ്ങനെ സംഭവിച്ചില്ല ഞങ്ങൾ വീണ്ടും കാണാൻ വരും. തീർച്ചയായും കാണാൻ വരും. അപ്പൊ കിട്ടാത്ത കോർപ്പറേഷൻ ഏതൊക്കെയാണ്? കിട്ടാത്ത കോർപ്പറേഷൻ എന്ന് പറയുന്നത്, ഒന്ന് കൊല്ലം കോർപ്പറേഷൻ വളരെ ടൈറ്റ് ആയിട്ട് മത്സരം, രണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ടൈറ്റ് ആയിട്ട് മത്സരമാണ്. ഈ രണ്ട് കോർപ്പറേഷനുകളും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കിനും പഞ്ചായത്ത് ലെവല് അങ്ങനെ ഒരു പഞ്ചായത്ത് ലെവലിലെ നമുക്ക് സർവേയുടെ റിപ്പോർട്ട് നമുക്ക് സർവേ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഈ KPCCയിൽ കൊടുക്കേണ്ട നേതാക്കന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നു.